فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. مبدأ الخلق أم نظرية النمو والارتقاء. ഈ കാണുന്ന പ്രപഞ്ചങ്ങളൊക്കെയും ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചുണ്ടാക്കിയതാണോ അതല്ല ഒരു സൃഷ്ടാവിന്റെയും ഇടപെടലില്ലാതെ പരിണാമ സിദ്ധാന്തം പറയുന്നത് പോലെ സ്വയം പരിണമിച്ച് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണോ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ്സിന് തുടക്കം കുറിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പരിണാമമാണോ അതല്ല സൃഷ്ടിയാണോ, ഏതാണ് ഇസ്ലാം ദീൻ നമ്മോട് ശുപാർശ ചെയ്യുന്ന, അംഗീകരിക്കാൻ വേണ്ടി വിശ്വസിക്കാൻ വേണ്ടി ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം ഏതാണ്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. പരിണാമവാദം തീർത്തും തെറ്റാണെന്നും മറിച്ച് സൃഷ്ടിപ്പിലുള്ള വിശ്വാസമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നും. അതിനുള്ള തെളിവ് ഒന്നാമതായി സൂറത്തു തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ. സൂറത്തു തൂറിൽ നിന്നുള്ള 35, 36, 37 എന്നീ 3 വചനങ്ങൾ. ഈ വചനത്തിൽ വളരെ മൗലികമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സൈദ്ധാന്തികമായ ഒരു ഉത്തരം അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ ഈ കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാകാൻ ഇത് സംബന്ധമായ ഒരു ഹദീസിലൂടെ നമുക്ക് പോകാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്ഇം അദ്ദേഹത്തിന്റെ പിതാവായ ജുബൈർ ബിൻ മുത്ഇമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ജുബൈർ ബിൻ മുത്ഇം അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്വഹാബിമാരിൽ ഒരാളാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണമെന്ത് എന്ന് വിശദീകരിക്കുകയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കരിക്കുകയാണ്. سمعت النبي صلى الله عليه وسلم يقرأ في المغرب بالطور. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുമ്പോൾ വത്തൂർ വകിതാബിൽ മസ്തൂർ എന്ന് തുടങ്ങുന്ന അധ്യായം പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കാൻ ഇടയായി. ഫലമ്മാ ബലഗ ഹാദിഹിൽ ആയ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം ഈ വചനത്തിലെത്തിയപ്പോൾ أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون أم عندهم خزائن ربك أم هم المسيطرون قال كاد قلبي أن يطير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന ആ സന്ദർഭത്തിൽ ജുബൈർ ഇബ്നു മുത്ഇം മുസ്ലിമായിട്ടില്ല. അദ്ദേഹം അന്ന് മുശ്രിക്കായിരുന്നു. മുശ്രിക്കായ ജുബൈർ ഇബ്നു മുത്ഇമാണ് റസൂലുള്ളാഹിന്റെ നമസ്കാരവും നമസ്കാരത്തിലുള്ള ഈ വചനങ്ങളുടെ പാരായണവും കേൾക്കുന്നത്. ഈ വചനങ്ങളിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അദ്ദേഹം പറയുന്നു, കാദ ഖൽബി അൻ യതീർ, എന്റെ ഹൃദയം പറന്നു പോകാറായി, എന്റെ മനസ്സ് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, എന്റെ നെഞ്ച് തുറന്ന് നെഞ്ച് പിളർത്ത് ഹൃദയം പുറത്തേക്ക് പാറിപ്പോകുന്ന ഒരവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടു. ആ വചനം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറിക്കുകൊണ്ടു എന്നർത്ഥം. എന്താ പറയുന്നത്? ആദ്യമായി ചോദിക്കുന്നു, അം ഖുലിഖൂ മിൻ ഗൈരി ശൈ, എങ്ങനെയാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടായത്? ഒന്നിൽ നിന്നുമല്ലാതെ അവ, അം ഖുലിഖൂ മിൻ ഗൈരി ശൈ, ഒന്നിൽ നിന്നുമല്ലാതെ അവ സ്വയംമായി രൂപപ്പെട്ടു വന്നതാണോ? ആരുടെയും ഇടപെടലില്ലാതെ, ഒന്നിന്റെയും സഹായമില്ലാതെ, ഒരു ബാഹ്യമായ ഒരു ഇടപെടലുമില്ലാതെ
സ്വയംഭൂവായിട്ട് ഉണ്ടായി പരിണമിച്ചു വന്നിട്ടുള്ളവയാണോ ഇത്? ആദ്യത്തെ സാധ്യത അതിനെക്കുറിച്ച് ചോദിച്ചു. സ്വയംഭൂവായി ബാഹ്യമായ ഒരു ഇടപെടലില്ലാതെ, ഒരു സൃഷ്ടാവിന്റെ ഇടപെടലില്ലാതെ ഉണ്ടായി എന്നാണോ? അംഹുമുൽ ഖാലിഖൂൻ, അത് ശരിയെന്ന് ഒരു ബുദ്ധിക്കും അംഗീകരിക്കുക സാധ്യമല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യതയെക്കുറിച്ച് ചോദിക്കുന്നു. അല്ലെങ്കിൽ അവർ തന്നെയാണോ അവരവരുടെ സൃഷ്ടാവ്? എന്നെ ഞാൻ തന്നെ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും അവരവൻ തന്നെ സൃഷ്ടിച്ചു എന്ന് കരുതാൻ പറ്റുമോ? ഒരു സൃഷ്ടാവില്ലാതെ സ്വയം സൃഷ്ടിക്കപ്പെട്ടു രൂപപ്പെട്ടു വന്നു എന്ന് പറയാമോ? അല്ലെങ്കിൽ അവനവൻ തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുമോ? അം ഖലഖുസ് സമാവാതി വൽ അർള് ബൽ ലാ യുഖിലൂൻ, അതല്ലെങ്കിൽ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ തന്നെ അവരാണ് സൃഷ്ടിച്ചത് എന്നവർക്ക് പറയാൻ പറ്റുമോ? ബൽ ലാ യുഖിലൂൻ, പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ, അതല്ലെങ്കിൽ അം ഇൻദഹും ഖസാഇനു റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഖജനാവുകൾ, അം ഇൻദഹും അവരുടെ കൈവശമുണ്ടോ? ഖസാഇനു റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഖജനാവുകൾ, അം ഹുമുൽ മുസൈത്തിറൂൻ, അവരാണോ ഇതെല്ലാം അടക്കി വെച്ചിരിക്കുന്നത്? ഈ സാധ്യതകൾ മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ചയ്ക്ക് വേണ്ടി വിട്ടു നൽകുകയാണ്. ഈ പറഞ്ഞ സാധ്യതകൾ ഒന്നുമേ ഒരു മനുഷ്യബുദ്ധി അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്വയമുണ്ടായി പരിണമിച്ചു വന്നു, അവനവൻ തന്നെ സൃഷ്ടിച്ചു, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ തന്നെ ഈ സൃഷ്ടികൾ ഉണ്ടാക്കിയതാണ്. ഈ രണ്ട് സാധ്യതകളും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മനുഷ്യൻ അംഗീകരിക്കാവുന്ന ഏകമായ കാര്യം ഈ കാണുന്ന മുഴുവൻ സൃഷ്ടിപ്രപഞ്ചങ്ങളെയും മനുഷ്യരെയും എല്ലാം ഒരു സൃഷ്ടാവ് സ്വോദ്ദേശപൂർവം സൃഷ്ടിച്ചു എന്ന സൃഷ്ടി എന്ന വിശ്വാസം അതേ ശരിയാവൂ എന്ന കാര്യമാണ് ഇവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: പരിണാമവാദമാണോ അതല്ല സൃഷ്ടിപ്പിലുള്ള വിശ്വാസമാണോ? സൃഷ്ടിപ്പിലുള്ള വിശ്വാസമാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്. സൂറത്തു തൂറിലെ 35, 36, 37 വചനങ്ങളും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുമാണ് അതിനുള്ള തെളിവ്.